പേര് ജസ്റ്റിൻ എന്നാണ്. ഞാൻ കക്കാട് സ്കൂളിലെ ഡ്രോയിങ് മാഷാണ്. അവിടുത്തെ SPC കുട്ടികളെ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. വന്ന സമയത്ത് എനിക്ക് വലിയ ഫീലൊന്നും തോന്നിയില്ല. വന്ന സമയത്ത് ഇതുപോലെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ വന്നത്. പക്ഷേ ഇവിടെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് കുട്ടികൾക്ക് എടുക്കുന്നത്. കാരണം ഞങ്ങൾ സ്കൂളുകളിൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് 2000-3000 പൈസ കൊടുത്തിട്ടാണ് ഓരോ റിസോഴ്സ് പേഴ്സണെ ഇവിടെ നിന്ന് വിളിച്ച് ക്ലാസ് എടുപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ അതിന് വരെ ഞങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് വേണ്ട മൂല്യബോധം എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, രക്ഷിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട ജോലികൾ, അവരുടെ മൂല്യമുള്ള ഒരു തലമുറ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടു. അത് വളരെയധികം സന്തോഷം. അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളിലൂടെ വലിയ വലിയ ചിന്തകൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അവർ നല്ല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നതെന്നുള്ളത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നല്ല മികച്ച രീതിയിൽ തന്നെയാണ് അവരെടുക്കുന്നത്. സമൂഹത്തിൽ കാരണം ഈ ഒരു സംഭവം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ലൈഫിൽ അത് ഉപകാരപ്രദമാകും എന്ന് ഉറപ്പായിട്ടും നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ബബിത. ഞാൻ കക്കാട്ട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ SPC കുട്ടികളെയും കൊണ്ട് വന്നിട്ടാകുമ്പോൾ നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെ വന്ന്. അതുപോലെ നല്ല നല്ല ക്ലാസ്സുകളും കുട്ടികൾക്ക് കിട്ടി. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സായിരുന്നു ഇവിടെ നടന്നതെല്ലാം. അതിൽ പിന്നെ കുട്ടികൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അവർ ഓരോന്നായി വിവരിച്ചു തന്നു. അത് കുട്ടികൾക്ക് നല്ല പ്രയോജനപ്പെടുന്നതൊന്നു തന്നെയാണ്. പിന്നെ കുട്ടികളിൽ ദൈനംദിനം നമ്മൾ ശീലിക്കേണ്ട ഓരോ ശീലങ്ങളും എല്ലാം അവർ പറഞ്ഞു തന്നു. ദൂഷ്യവശങ്ങളും അതുപോലെ മൊബൈൽ ഫോൺ കൊണ്ടുള്ള ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും പഠനത്തെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളതും ഒക്കെ അവർ പറഞ്ഞു തന്നു. എന്തുകൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടുന്ന് കിട്ടി. എൻ്റെ പേര് അമ്പടി. കക്കാട്ട് സ്കൂളിൽ നിന്ന് SPC കുട്ടികളെ കൂടി വന്നതാണ്. നല്ല അന്തരീക്ഷമാണ് വരുമ്പോൾ തന്നെ ഉണ്ടായത്. കയറിയ ഉടനെ തന്നെ ഒരു ടീച്ചർ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നവരെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല അച്ചടക്കശീലവും നല്ല ദയാശീലവും എല്ലാം കുട്ടികളിൽ നിറക്കാൻ നോക്കുന്നുണ്ട് അവർ. പിന്നെ മാതൃസ്നേഹം എങ്ങനെ, അമ്മയോട് എങ്ങനെ പെരുമാറണം, അവരെ എല്ലാം പഠിപ്പിച്ചുകൊണ്ട് നല്ല ട്രിക്കുകൾ കൂടി അവരെ ക്ലാസ് എടുക്കുന്നു. ആ മാഷ് നല്ല വൃത്തിയിൽ എല്ലാവരും ക്ലാസ് എടുത്തു. എങ്ങനെ കുഞ്ഞോടെ എങ്ങനെ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ച് വളരണം വാർത്തെടുക്കാൻ വേണ്ടി അവർ നോക്കി. അത് നല്ലതായിരുന്നു. താങ്ക് യു. എൻ്റെ പേര് സൗമ്യ. ഞാൻ കക്കാട്ട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെ വളരണം മാഷ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. എങ്ങനെ ചിട്ടയായ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കുട്ടികൾക്ക് നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ വൈകാരാജ്. ഞാൻ JSS കക്കാട്ടിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ SPCയുടെ ഭാഗമായിട്ട് ആനന്ദാശ്രമത്തിലേക്ക് വന്നതാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്ലാസ്സാണ്. അവിടെ ഒരുപാട് കളികളും ഭയങ്കര എല്ലാവരും എനർജറ്റിക്കായി കളിച്ചു. നമുക്ക് ഒരുപാട് കടമകളെ പറ്റിയിട്ട് പറഞ്ഞു. പ്രകൃതി അമ്മയെ പോലെ കാക്കണം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ സ്ത്രീകളുടെ മൂല്യങ്ങളും പ്രധാനമൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛനമ്മമാരെ നമ്മൾ എങ്ങനെ കാക്കണം, അവരുടെ പ്രാധാന്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മാഷ്. നന്ദി. എൻ്റെ പേര് അലൈന വിനോദ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി, കക്കാട് സ്കൂളിൽ പഠിക്കുന്നു. SPC കാഡറ്റിലെ ഒരംഗമാണ് ഞാൻ. ഇന്ന് ഇവിടെ ആനന്ദാശ്രമം സന്ദർശിക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടുത്തെ അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സാറിൻ്റെ ക്ലാസ് സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ വീട്ടിലെങ്ങനെ പെരുമാറണമെന്നും നമ്മളെ കടമകളെക്കുറിച്ച് നമ്മളൊരു ബോധം ഉൾക്കൊള്ളിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചു. ശ്രദ്ധ എങ്ങനെയാണെന്ന് നമ്മളെ ഒരു ബോധം വരുത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ഭാഗം സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അതേപോലെ തന്നെ നമ്മളെ കടമകൾ എന്താണ്, ശ്രദ്ധ എന്താണ് ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ കക്കാട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആനന്ദാശ്രമത്തിലേക്ക് വന്നേരം
എനിക്ക് ഇവിടെ കുറേ ഫോട്ടോസ് കണ്ടു പഴയ കാലത്തിലെ ആൾക്കാരെ കുറിച്ച്. പിന്നെ ഇവിടെയുള്ള പശുക്കളെ എല്ലാവരെയും കുറേ പശുക്കളെല്ലാം കണ്ടു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് എല്ലാവർക്കും സസ്യ ചെടികളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു സാറ് ക്ലാസ് എടുത്തു തന്നു. നല്ല ക്ലാസ്സായിരുന്നു. രാജ്യത്തിനോടുള്ള സ്നേഹം, റെസ്പെക്റ്റ് എല്ലാം ആണ് സാർ പറഞ്ഞിരുന്നത്. കുട്ടികൾ വേസ്റ്റ് ഒന്നും പുറത്തേക്ക് വലിച്ചെറിയരുത് എന്നൊക്കെയാണ് സാർ നമുക്ക് പറഞ്ഞു തന്നത്. കുറേ സാർമാർ നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ സാർ കാട്ടിലൂടെ യാത്ര ചെയ്തു തന്നു. അതൊക്കെയാണ് എനിക്കിവിടെ കിട്ടിയ അനുഭവം. എൻ്റെ കക്കാട്ട് സ്കൂളിൻ്റെ പേരിൽ അനാസത്തിന് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് തേജസ്സൊക്കെ. ഞാൻ GHSS കക്കാട്ട് സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് ഇവിടെ ആശ്രമത്തിൽ വരാൻ പറ്റിയത് ഒരു വലിയ സന്തോഷം, ഒരു ഭാഗ്യവുമായി ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടാകുമ്പോൾ കുറേ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കേട്ടു. ഇവിടെ നടന്ന ക്ലാസ്സുകളിൽ ശ്രദ്ധയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോഴുള്ള ശ്രദ്ധയെക്കുറിച്ചും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മൾ അമ്മയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും കുറച്ച് ക്ലാസ്സുകളെല്ലാം കണ്ടിരുന്നു. എനിക്ക് ആശ്രമത്തിൽ വന്ന അനുഭവം ഒരു വലിയ അനുഭവമായി ഞാൻ കരുതുന്നു. ഞാനിതെന്നും ഓർമ്മിക്കും.